ജോലിഭാരം കുറയ്ക്കുന്നതിനെക്കുറിച്ചും റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. പറയുന്നുണ്ട്. ടെക്നോളജി ഉപയോഗിച്ച് ചില ജോലികൾ എളുപ്പമാക്കുക, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് കൊടുക്കുക, അതൊക്കെ സഹായിക്കുമല്ലോ. തീർച്ചയായും. അതെല്ലാം ജോലിഭാരം ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ വേറൊരു പ്രധാന കാര്യം, താൻ ചെയ്യുന്ന ജോലിക്ക് ഒരു അർത്ഥമുണ്ട് എന്നൊരു തോന്നല ജീവനക്കാർക്കുണ്ടാകണം. ഒരു പേർപ്പസ്. അതെ, ഒരു പേർപ്പസ്. സ്ഥാപനത്തിന്റെ വലിയ ലക്ഷ്യങ്ങളുമായിട്ട് തന്റെ ജോലി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതോടൊപ്പം പുതിയ സ്കില്ലുകൾ പഠിക്കാനുള്ള അവസരങ്ങളും. അതെ, നൈപുണ്യ വികസനം അതും വളരെ പ്രധാനമാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ എംപവർമെന്റും ഗ്രോത്തും അതാണ് വേണ്ടത്. ശാക്തീകരണവും വളർച്ചയും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻക്ലൂസിവിറ്റി, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം. വ്യത്യസ്ത അഭിപ്രായങ്ങളെ പേടിയില്ലാതെ പറയാനും എല്ലാവർക്കും തുല്യമായ ഒരു പരിഗണന കിട്ടുന്നുണ്ട് എന്നുറപ്പാക്കാനും പറ്റണം. അതെ, അപ്പോഴാണ് ജീവനക്കാർക്ക് ആ സ്ഥാപനത്തോടൊരു കണക്ഷൻ, ഒരു ബന്ധം തോന്നുന്നത്. അപ്പോ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം അംഗീകാരം, ആരോഗ്യം, നല്ല ലീഡർഷിപ്പ്, ജോലിഭാരത്തിലെ ബാലൻസ്, ലക്ഷ്യബോധം, എല്ലാവരെയും ഉൾക്കൊള്ളൽ, ഇവയെല്ലാം ചേർന്നൊരു ഹോളിസ്റ്റിക് അപ്രോച്ച്, ഒരു സമഗ്രമായ സമീപനമാണ് ആവശ്യം. അതെ, അത് തന്നെ. പക്ഷേ ഇതൊരു പ്രധാന ചോദ്യം ഉയർത്തുന്നുണ്ട്. എന്താണത്? വെറും ലാഭം മാത്രം നോക്കാതെ ഇങ്ങനെയൊരു ആഴത്തിലുള്ള മാറ്റത്തിന് ഇന്ത്യൻ സ്ഥാപനങ്ങൾ ശരിക്കും തയ്യാറാണോ? അല്ലെങ്കിൽ എത്രത്തോളം തയ്യാറാണ്? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം ഇതൊക്കെ നടപ്പിലാക്കാൻ ഒരു ആത്മാർത്ഥമായ ശ്രമം വേണം. എന്തായാലും ഈ ഗാലപ്പ് റിപ്പോർട്ട് ഇന്ത്യൻ തൊഴിലുടമകൾക്കൊരു വലിയ ഉണർത്തുപാട്ട്, ഒരു വേക്കപ്പ് കോൾ തന്നെയാണ്. തീർച്ചയായും. ജീവനക്കാരുടെ സംതൃപ്തിയും സ്ഥാപനത്തിന്റെ വിജയവും ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണെന്നും അതിനുവേണ്ടി ആത്മാർത്ഥമായ മാറ്റങ്ങൾ കൂടിയേ തീരൂ എന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു.